ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം, പല്ലിശല്യം മൂലം, അതുപോലെ തന്നെ പാറ്റശല്യം, ഉറുമ്പ് ശല്യമൊക്കെ മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് സവോളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ തൊലി എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത്രയും മാത്രമേ എനിക്ക് ചേർക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈക്വൽ ക്വാണ്ടിറ്റി ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവോളയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇടികൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേടായ പച്ചമുളകാണ് കേട്ടോ. നല്ല പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കേടായ പച്ചമുളകൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് ഇതുപോലൊന്ന് നമുക്കൊരു ഇടികളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ആ ഒരു ഞെട്ടോട് കൂടി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. ഇടിക്കുമ്പോൾ സൂക്ഷിക്കണേ, കണ്ണിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ ഇടികളിൽ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അങ്ങനെ ചതച്ചെടുത്ത പച്ചമുളകും കൂടെ നമുക്കിതാ നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സവോളയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതൊക്കെ ആയിട്ട് ആ ഒരു സൊല്യൂഷൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കേടായ പച്ചമുളകും അതുപോലെ തന്നെ സവോളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്തെടുക്കാനായിട്ടുള്ളത് ഹാർപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഹാർപ്പിക്ക് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പവർഫുൾ സൊല്യൂഷൻ തന്നെയാണ് ഇത്. നമ്മൾ യൂസ് ചെയ്യുന്ന 1-2 ആ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് എലി ശല്യമുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ടും അതുപോലെ തന്നെ വീട്ടിൽ പല്ലി ശല്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ്. ഉറുമ്പ് ശല്യം അതുപോലെ തന്നെ പാറ്റ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷൻ കൂടിയാണ്. അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരാഴ്ച വരയ്ക്കും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. നമുക്ക് വീട്ടിൽ ഈ എലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ടൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലി വരില്ല. അതുപോലെ തന്നെ പല്ലി ഒന്നും നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോലും വരില്ല കേട്ടോ. നിങ്ങൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ ഒന്ന് ഈ ഒരു സ്പ്രേ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് പല്ലിയൊക്കെ വരാൻ സാധ്യതയുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു സ്പ്രേ തെളിച്ച് കൊടുത്ത് ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പാറ്റശല്യം, ഉറുമ്പ് ശല്യം അതുപോലെ തന്നെ എലിശല്യം ഒന്നും ഉണ്ടാവില്ല, പല്ലിശല്യം ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ, ഓൾറെഡി നമ്മൾ റെഡിയാക്കിയിരുന്ന ആ ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷനിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. മണം ആകർഷിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് എലി. അതുകൊണ്ട് തന്നെ ഈ ഗോതമ്പ് പൊടിയുടെ മണം ആകർഷിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കായിട്ട് എലി വരികയും ഈ ചെറിയ ഉരുളകളൊക്കെ കാണുമ്പോൾ അത് കഴിക്കുകയും പിന്നീട് എലി ജീവനോടെ പോലും ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണ്. ഗ്രാമത്തിലെ കപ്പ കർഷകരൊക്കെ ചെയ്യുന്ന ഒരു കിഡിലൻ ടിപ്പാണിത്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. വീടിൻ്റെ വെളിഭാഗത്തൊക്കെ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെയൊക്കെ പെരിച്ചാഴിശല്യം എലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികളോ പെരിച്ചാഴികളോ ഒന്നും വരില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാസ്ലൈനാണ്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ വാസ്ലൈനൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ.
അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിക്സാണ്. അപ്പോൾ ഏകദേശം 1/4 ടീസ്പൂണോളം വാസ്ലൈനും അതുപോലെ തന്നെ സെയിം അളവിലാണ് നമ്മൾ വിക്സും എടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നല്ല ചൂടോടുകൂടിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ചൂടോടുകൂടിയുള്ള വെള്ളം തന്നെ ഒഴിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു വിക്സും അതുപോലെ തന്നെ വാസ്ലൈനും നന്നായിട്ട് ആ വെള്ളത്തിൽ ഡൈലൂട്ടായിട്ട് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ. വീട്ടിൽ ഉറുമ്പ് ശല്യമൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ പല്ലി ശല്യമൊക്കെ ഉള്ളവർക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. നമുക്ക് ആദ്യത്തെ 1-2 ദിവസത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. ഉറുമ്പുള്ള ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പാറ്റശല്യമൊക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലൊരു ടിപ്പാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാറ്റശല്യം അതുപോലെ തന്നെ പല്ലി ശല്യം ഉറുമ്പ് ശല്യം ഉള്ളവർക്ക് പറ്റിയൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊക്കെ ഒഴിച്ച് വെച്ച് നിങ്ങൾക്ക് ഒരാഴ്ചത്തോളം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രാത്രി നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്കൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് ഉറുമ്പോ അല്ലെങ്കിൽ പല്ലിയോ ഒന്നും വരില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എലിശല്യം മൂലം പല്ലിശല്യം മൂലം പെരിച്ചാഴി ശല്യം മൂലം പാറ്റശല്യം മൂലം അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം മൂലം ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.